എല്ലാം നല്ല ഫ്രഷ് സാധനങ്ങളാ. നിങ്ങളെ കഴിഞ്ഞ ആഴ്ച ആണല്ലോ വരൂന്ന് പറഞ്ഞേ, അന്നെല്ലാം മേടിച്ചൊക്കെ വെച്ചു. ഞാൻ കഴിക്കാറില്ല. പിന്നെ ഞാനാണ് പെൺകുട്ടിയുടെ അച്ഛൻ. എന്റെ പേര് ശീതളൻ, അറിയാലോ അത്. പിന്നെ ഇത് എന്റെ മൂത്ത അളിയനാണ്, എന്റെ ഭാര്യയുടെ ഇത് എന്റെ മകൻ. ഞാനിപ്പോ ഈ വീട്ടിലെ മുത്തച്ഛൻ. ഇവരുടെയൊക്കെ അറിയാം. എന്റെ മകളുടെ കുട്ടി ഇത്, ഇവളുടെ ഭർത്താവാണിത്. മന്മഥൻ. ഇത് കൊച്ചുമോനാണ്. ഇവിടെ വരാനൊക്കെ ആയത് പെണ്ണും ചെക്കനും തമ്മിൽ പ്രേമായ സ്ഥിതിക്ക് ഇനിയിപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എതിര് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് എങ്ങനെയൊക്കെയാണ് ഇത് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങോട്ട് നോക്കുക, എന്നിട്ട് അങ്ങോട്ട് നടത്തി കൊടുക്കുക. ഇപ്പൊ ആ പെണ്ണിനെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പൊ ഈ ചക്കൻ കെട്ടി തൂങ്ങി ചാവുന്നാ പറയണേ, ചുംബൻ. അല്ല, അപ്പൂപ്പൻ ചുംബൻ എന്ന് ഉദ്ദേശിച്ചതേ ഈ പ്രകാശം പരത്തുന്നവനാണല്ലോ മലയാളത്തിൽ അർത്ഥം. അപ്പൂപ്പൻ പൊട്ടരുത് തന്നെയാണ് ഉദ്ദേശിച്ചത്. സത്യത്തില് ഞങ്ങൾക്ക് ഇതിൽ വലിയ താല്പര്യമൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. പറഞ്ഞ പോലെ ഇനിയിപ്പോ കുട്ടികളുടെ ഒരു കാര്യം, ഇപ്പോഴത്തെ കാലല്ലേ, അങ്ങനെയൊന്നും അറിയില്ലല്ലോ. അപ്പൊ പിന്നെ കാര്യത്തിലേക്ക് അങ്ങോട്ട് കടക്കായിരുന്നു. ഞാൻ അത് കഴിക്കാറില്ല. പറഞ്ഞു വരുമ്പോ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ്, അത് നോക്കിയിട്ട് കാര്യമില്ല. പക്ഷേ ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാ കൊച്ചി രാജാവ് കേട്ടിട്ടില്ലേ? കൊച്ചി രാജാവിന്റെ താവഴിയിൽ പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കുടുംബ. മുത്തശ്ശ, ഞങ്ങളും അമ്പലപ്പുഴ രാജകുടുംബത്തിന്റെ താവഴിയായിട്ട് വരും. രാജകുടുംബ, ഞാൻ രാജാവാ. പിന്നെ അപ്പോ ഇനിയുള്ള തീരുമാനങ്ങൾ എങ്ങനെയാന്നൊക്കെ അറിഞ്ഞാൽ. കല്യാണത്തിന് നമ്മുടെ ഭാഗത്ത് നിന്ന് ഇപ്പോ ഏകദേശം എത്ര ആളുണ്ടാവും ഇവിടെ? ഒരു 500 പേരുണ്ടാവും അല്ലേ? അല്ല, ഒരു 600 പേര് എന്റെ കൂട്ടത്തിൽ നിന്ന് ഒരു 100 പേരുണ്ടാവും. അപ്പൊ ഒരു 600 പേര് എന്റെ ഭാഗത്ത് നിന്നുണ്ടാവും. ഓ, ആളുകളുടെ കാര്യത്തില് ഞങ്ങൾക്കും കുറവൊന്നുമില്ല. ഞങ്ങളുടെ കുടുംബക്കാരന് ഒരു 1000 പേരുണ്ടാവും. അതല്ലേ? എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. നല്ലൊരു മുഹൂർത്തം നോക്കിയിട്ട് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വെച്ചിട്ട് അങ്ങോട്ട് താലി കെട്ടുക. അമ്പലത്തിൽ വേണ്ട. അതെന്താ? അല്ല, ഞങ്ങൾക്ക് കുറച്ചും കൂടി സൗകര്യമുള്ള ഒരു സ്ഥലം വേണം. ഒരു ഓഡിറ്റോറിയം മതി. അല്ല, നല്ല സൗകര്യമുള്ള അമ്പലം എടുക്കണം. അല്ല, അതെന്താ അറിയോ, ഞങ്ങൾക്ക് പൊതുവെ ഇത്തരം ആചാരങ്ങളോടൊന്നും വലിയ വിശ്വാസം ഇല്ല. കല്യാണത്തിലോ? അല്ല, കല്യാണത്തിലല്ല, ആചാരപരമായ കല്യാണങ്ങളോട് വലിയ താല്പര്യം ഇല്ലാന്ന്. ഞങ്ങൾ ഈ യുക്തിപരമായിട്ട് ചിന്തിക്കുന്നവരാണേ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ യുക്തിവാദികളാണ്. നിങ്ങൾ യുക്തിവാദികൾ എന്തൊക്കെ വെച്ചാൽ ആയിക്കോ, അതിന് കുഴപ്പമില്ല. പക്ഷേ അമ്പലത്തിൽ വെച്ചിട്ടാണെങ്കിൽ കല്യാണം നടത്തിയാൽ മതി, ഇല്ലെങ്കിൽ നടത്തണ്ട. അച്ഛാ, മുത്തശ്ശൻ പ്രായമായ ആളല്ലേ, അപ്പൊ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാനെങ്കിൽ. അല്ല, അതിനിപ്പോ ഞങ്ങൾക്ക് അതിൽ വിരോധമൊന്നും ഉണ്ടായിട്ടല്ല. ഞങ്ങൾക്ക് ആളുകൾ കുറച്ച് കൂടുതലുണ്ട്. ഒരു ഓഡിറ്റോറിയം ആണെങ്കിലേ ഞങ്ങൾക്ക് സൗകര്യപ്പെടുള്ളൂ. അതുകൊണ്ടാണ്. അതെ, ഒന്നും പറയല്ലേ, ഓഡിറ്റോറിയത്തിലാണെങ്കിൽ മതി. അവരുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടന്നോട്ടെ. എങ്ങനെ നടക്കും? അവരാഗ്രഹം നടക്കോ? എന്റെ കുട്ടി മരിക്കണ സമയത്ത് ഞാൻ കുട്ടിക്ക് വാക്ക് കൊടുത്തതാണ് അമ്പലത്തിൽ വെച്ചിട്ട് കല്യാണം നടത്തുന്നത്. അല്ല, അപ്പൊ നിങ്ങളുടെ പോലെ പ്രായമായ ഒരുപാട് പേര് അവരുടെ ആഗ്രഹം നമുക്ക് തർക്കം വേണ്ട. ഞാനൊരു കാര്യം പറയാം, നമുക്ക് ഏതെങ്കിലും അമ്പലത്തിന്റെ അടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയാ പോരെ? സംഭവം അങ്ങനെ നടത്തിക്കോ, പക്ഷെ നീ എവിടെ വെച്ച് താലി കെട്ടും എന്നുള്ളത് വ്യക്തമാക്കണം. അമ്പലത്തിലാണോ ഓഡിറ്റോറിയത്തിലാണോ? താലികെട്ട് അമ്പലത്തിലും, സദ്യ അത് മതി. ഓഡിറ്റോറിയം വേണം. പിന്നെ നമ്മളീ രണ്ടു കൂട്ടരും രാജകുടുംബത്തിലുള്ള ആൾക്കാരായതുകൊണ്ടേ വർത്താനം പറയുമ്പോ ഒരു ലേശം ഉശിര് കൂടും. അതുകൊണ്ടേ നോക്കണ്ട. അപ്പോ ഞങ്ങക്ക് നിങ്ങളുടെ സ്വത്തോ പണോ സ്വർണോ ഇതൊന്നും ഒരു വിഷയല്ല. ഇതിന്റെ കൊച്ചുമോള്, ഞാൻ പറഞ്ഞില്ലേ, കൊച്ചുമോളെ ഞാൻ ഇവന് കല്യാണം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് 101 പവനാ കൊടുത്തത്.
നമ്മുടെ കുടുംബത്തിന്റെ മഹിമ നമ്മളൊന്ന് കാക്കട്ടെ. അതെ, രാജകുടുംബാംഗല്ലേ. അല്ല, ഞങ്ങൾ ഈ യുക്തിവാദികൾ സ്ത്രീധനത്തിനെതിരാണ്. പക്ഷെ ഞങ്ങൾ വിശ്വാസികള് സ്ത്രീധനത്തിനെതിരല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തേലും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കൊടുക്കണം, പറഞ്ഞു പറ്റിക്കരുത് കേട്ടോ. ഞങ്ങൾ അങ്ങനത്തെ കുടുംബക്കാരല്ല. ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, പൊതുവേ പറഞ്ഞതാ. അതെ, എന്താ ഒരു ജിലേബി ഇങ്ങോട്ട് എടുത്താൽ. വേണ്ട, ഞാൻ കഴിക്കാറില്ല. ചായ കുടിക്കാം. കഴിക്കാം. അപ്പൊ ഇനിയിപ്പോ നമ്മള് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ സ്ഥിതിക്കേ ഇനിയിപ്പോ വല്ലാണ്ട് അങ്ങോട്ട് വെച്ചൊന്ന് കിട്ടണ്ട. ഏതെങ്കിലും ഒരു ഡേറ്റ് അങ്ങോട്ട് തീരുമാനിക്കുക, എന്നിട്ട് എത്രയും പെട്ടെന്ന് അതങ്ങ് നടത്തുക. അങ്ങനെ ആവട്ടെ അല്ലേ? അതെ. മായാവതി അമ്മയും കുടുംബം എഴുതിയോ? ഇല്ല. അത് എഴുതി. ഇപ്പോ ഏകദേശം അർജുനും 4 പേര് ഏകദേശം ഉണ്ടാവും. അവരോടെ കല്യാണ ദിവസം വന്നാൽ മതി പറയട്ടോ, തലേ ദിവസം ഒന്നും അവര് വരണ്ട. അതെന്താ? ഈ അർജുനൊക്കെ തലേ ദിവസം വന്നു കഴിഞ്ഞാൽ 2 ഫുള്ളടിച്ച് വാള് വെച്ച് ആകെ അലമ്പാക്കും. പോരാത്തന്നെ ആ കമലഹാസനും ഉണ്ടാവും കൂടെ. അവനെ വിളിക്കാണ്ടിരുന്നാ പോരെ? എന്താളിയാ ഈ പറയണത്? അർജുനുള്ളടത്ത് അവല്ലേ ഇത്തിക്കണ്ണി പോലല്ലേ രണ്ടാളും? അതൊന്നും നോക്കണ്ടല്ലേ, കല്യാണാണ്. കുടുംബത്തിലൊരു കല്യാണം നടക്കുമ്പോ പിന്നെ അങ്ങനെ വിളിക്കാണ്ടിരിക്കണത്. എന്താ ചെയ്യും? നമ്മളെ രാഘവോട്ടനാ. രാഘവേട്ടനെ വിളിക്കണ്ടേ പറഞ്ഞ പോലെ? ഇയാളൊക്കെ വേണം. ആ കാസർഗോഡ് നിന്ന് ഇതുവരെ വരണ്ടേ, അപ്പോഴേക്കും കല്യാണം കഴിയും. വിളിച്ചില്ല എന്നുള്ള പരാതിയും കാര്യങ്ങളും ആവുമെന്നാവോ? വേണ്ട വേണ്ട വേണ്ട, ഒന്നാമത്തെ പ്രായവും കാര്യങ്ങളും. സുമേഷ് ഏട്ടനാ. സുമേഷ് ഏട്ടനെ വിളിക്കണം. വേണം. പിന്നെ സുമേഷ് ഏട്ടന് ഒരാഴ്ച മുമ്പ് നമ്മൾ വിളിച്ച് പറയണം. ഒരു നല്ല കാര്യം നടക്കുമ്പോ ഒരു കാർന്നൊരു കുടുംബത്തുള്ള നല്ല. പിന്നെ അത് മാത്രല്ല, ഈ പന്തപ്പണിക്കാരും വെപ്പേരൊക്കെ വരുമ്പോ ഇല്ലാത്ത വടായി പറഞ്ഞ് അവരെ സൂചിപ്പിച്ചോളൂ. അല്ല, ആളുണ്ടെങ്കിൽ ഒരു ഗൗരവമൊക്കെ ഉണ്ടാവട്ടെ കാര്യങ്ങൾക്ക്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പേര് എഴുതിയോ? ആരെ? പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേര് നമ്മളിപ്പോഴത്തെ പ്രസിഡന്റ് ആര്? ആൾക്കറിയില്ല. അറിയില്ലേ? TP നാരായണൻ എഴുത്. നാരാട്ടനാ? ആ, നാട്ടര വേണ്ട. നാരാട്ടൻ റോഡൊന്നും തന്നെ അടിച്ചത് ഓർമ്മയില്ല. നാരാട്ടനെ പറയുന്നത്. ഇവിടെ രാഷ്ട്രീയം കളിക്കേണ്ട സമയമല്ല. നമ്മുടെ വീട്ടിലെ MLA, MP, പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ വരണം. അത് ഈ തറവാടിന്റെ ഐശ്വര്യം അങ്ങോട്ട് എഴുതാണ്ട്. തറവാടിന്റെ ഐശ്വര്യം എന്നല്ല, ആവശ്യമാണെന്ന് പറഞ്ഞാൽ മതി. തറവാടിന്റെ ഐശ്വര്യം അവര് അല്ല, നമുക്കൊരു ഐശ്വര്യമാണെന്ന് പറയാ മറ്റുള്ളവരുടെ മുമ്പില്. പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട അടുത്ത് നിൽക്കുന്ന സഹായം ചെയ്യണം എല്ലാ കാര്യങ്ങൾക്കും. വയറിങ്ങത്തെ പ്രശ്നം അത് വേണ്ടുന്നല്ലേ? അയാളൊന്നും വേണ്ട, അവനൊന്നും വേണ്ട. ചെക്കന്മാരെ ശരിയല്ല. അതെ, അവരൊക്കെ ഇനിയിപ്പോ വിളിച്ചില്ലെങ്കിലും എന്താ ചെയ്തലായിട്ടാ കല്യാണം വിളിക്കാനും ചോദിച്ചിട്ട് കേറിയോണ്ട് വരും.